ലോകകപ്പിന് മുന്നോടിയായുള്ള ആവേശകരമായ സൗഹൃദ മത്സരത്തിൽ ബ്രസീലിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസ് കരുത്തറിയിച്ചു. ഫോക്സ് ബറോയിലെ ഗില്ലറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഗോളുമായി തിരിച്ചെത്തിയതാണ് ഫ്രഞ്ച് ആരാധകർക്ക് ആവേശം പകരുന്നത്. തന്റെ കാൽമുട്ടിനേറ്റ പരിക്ക് പൂർണ്ണമായും മാറിയെന്ന് പ്രഖ്യാപിച്ചാണ് എംബാപ്പെ ഇന്ന് കളിക്കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ 32-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെമ്പലെ നൽകിയ മനോഹരമായ ത്രൂ ബോളിൽ നിന്ന് എംബാപ്പെ ഫ്രാൻസിനായി ആദ്യ ഗോൾ നേടി. കഴിഞ്ഞ ഡിസംബർ മുതൽ അലട്ടിയിരുന്ന പരിക്ക് തന്നെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു എംബാപ്പയുടെ ആ ചിപ്പ് ഷോട്ട്. രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ലീഡ് ഉയർത്തി. മൈക്കൽ ഒലീസെ നൽകിയ പാസിൽ നിന്ന് ലിവർപൂളിന്റെ ടോപ്പ് സ്കോററായ ഹ്യൂഗോ എക്കിറ്റിക്ക് ഫ്രാൻസിന്റെ 2ാം ഗോൾ നേടി. എന്നാൽ ഇതിനിടയിൽ ദയോത്ത് ഉപ്മാക്കാനോ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഫ്രാൻസിന് തിരിച്ചടിയായി. 10 പേരുമായി ചുരുങ്ങിയ ഫ്രാൻസിനെതിരെ 78-ാം മിനിറ്റിൽ ബ്രെമറിലൂടെ ബ്രസീൽ ഒരു ഗോൾ മടക്കിയെങ്കിലും വിജയം സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചില്ല. 66,000-ത്തിലധികം കാണികളാണ് ഈ പോരാട്ടം കാണാനെത്തിയത്. കൂടാതെ വരാനിരിക്കുന്ന ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളിലും താപനില നോക്കാതെ തന്നെ കൂളിംഗ് ബ്രേക്ക് നൽകുമെന്ന ഫിഫയുടെ പുതിയ നിയമവും ഈ മത്സരത്തിൽ നടപ്പിലാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.